വെൽക്കം ടു ഫാർമ ടിപ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേസ് സ്റ്റഡീസിൻ്റെ പാർട്ട് 3 ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NL ഈസ് എ 28-year-old woman with a no significant medical history. She reports to the emergency department with fever and severe right lower quadrant pain. The pain has been dull for the past few days, but it suddenly becomes severe during the past 8 hours. Her temperature is 103.5 degree Fahrenheit and she has rebound tenderness on abdominal examination. She is taken to surgery immediately, where a perforated appendix is diagnosed and repaired. Which is the best follow-up antibiotic regimen? Option A, vancomycin 1000 mg intravenously every 12 hours plus metronidazole 500 mg intravenously every 8 hours. Option B, cefazolin 1 gram intravenously every 8 hours plus ciprofloxacin 400 mg intravenously every 12 hours. Option C, ceftriaxone 1 gram intravenously every 8 hours plus metronidazole 500 mg intravenously every 8 hours. Option D, no antibiotics needed after surgical repair of a perforated appendix. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിലുള്ള ഓരോ ഡാറ്റാസും റീകളക്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പേഷ്യൻറ്റിന് പെർഫറേറ്റഡ് അപ്പൻഡിക്സ് ആണ് ഉള്ളതെന്ന്. അപ്പോൾ പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിക്ക് അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. പേഷ്യൻറ്റിന് ആഫ്റ്റർ സർജറി നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് റെജിമൻ എന്താണെന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഈ കേസിൽ പേഷ്യൻറ്റിന് അപ്പൻഡിക്സിൻ്റെ എൻട്രൻസിൽ, അതായത് അപ്പൻഡിക്സിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു പെർഫൊറേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാം നെഗറ്റീവായിട്ടുള്ള എൻട്രോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, കോളി അങ്ങനത്തെ ഗ്രാം നെഗറ്റീവായിട്ടുള്ള എയറോബിക് ബാക്ടീരിയാസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇൻക്രീസ് ആവുന്നത് കൊണ്ടാണ്. അങ്ങനെ ഇൻക്രീസ് ആകുന്ന കേസിൽ ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചർ അവിടെ ഫോം ചെയ്തിട്ട് അത് ബേസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് സിവിയർ പെയിൻ ഉണ്ടാവുന്നത്. ഈ കേസിൽ പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിക്ക് വിധേയമാക്കണം. അങ്ങനെ ആഫ്റ്റർ സർജറി നമ്മൾ ആൻറ്റിബയോട്ടിക് റെജിമൻ എന്ന് പറഞ്ഞത് ഗ്രാം നെഗറ്റീവ് എയറോബിക് ബാക്ടീരിയാസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ആകണം പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും നോക്കുകയാണെങ്കിൽ രണ്ടും എയറോബിക് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് അഡ്വക്കേറ്റ് ആക്ടിവിറ്റി കാണിക്കാത്തതാണ്. ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ സെഫ്ട്രയോക്സോണും മെട്രോണിഡസോളും എൻട്രോകോക്കസിനെതിരായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. You are a pharmacist who work closely with a surgery department to optimize therapy for patients undergoing surgical procedures at your institution. The surgeons provide you with principles of surgical prophylaxis that they believe are appropriate. Which is the best practice for optimizing surgical prophylaxis? Option A, antibiotics should be redosed for extended surgical procedures. Redose if the surgery lasts longer than 4 hours or involve considerable blood loss. Option B, all patients should be given antibiotics for 24 hours after the procedures. This will optimize prophylaxis. Option C, pre-operative antibiotics can be given up to 4 hours before the incision. This will make giving the antibiotics logistically easier. Option D, vancomycin is the antibiotics of choice for surgical wound prophylaxis because of its long half-life and activity against MRSA. ഈ കേസിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് സർജിക്കൽ പ്രൊഫൈലാക്സിസ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്രാക്ടീസ് ആസ് എ ഫാർമസിസ്റ്റ് നമ്മൾക്കുള്ള ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഓരോ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ പറയുന്നത് ആൻറ്റിബയോട്ടിക്സിൻ്റെ റീഡോസിങ് ആണ്. അതിൽ പറയുന്ന സർജിക്കൽ പ്രൊഫൈലാക്സിസ് നമ്മൾ റീഡോസിങ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 4 hours ഒക്കെ എക്സ്റ്റെൻഡഡ് ആയിട്ട് നിൽക്കുന്ന സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ ധാരാളം ബ്ലഡ് ലോസ് ഉണ്ടാകും. ഈ കേസിലൊക്കെ നമ്മൾ പേഷ്യൻറ്റിന് റീഡോസിങ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. പിന്നെ ഓപ്ഷൻ ബിയിൽ പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സിന് 24 hours ആഫ്റ്റർ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് അഡ്മിനിസ്റ്റർ ചെയ്യാമെന്നാണ്. അപ്പോൾ അങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട്സുകളൊക്കെ ഇൻക്രീസ് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഓപ്ഷൻ സി പറയുന്നത് പ്രീ ഓപ്പറേറ്റീവ് ആൻറ്റിബയോട്ടിക്സിന് ഇൻസിഷൻ്റെ 4 hours മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർജിക്കൽ പ്രൊഫൈലാക്സിസിനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്നാണ്. പക്ഷേ അത് റോങ് ആണ്. അത് 2 hours മുമ്പോ അല്ലെങ്കിൽ വിത്തിൻ 2 hours ഓഫ് ഇൻസിഷനോ ആണ് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് ആൻറ്റിബയോട്ടിക്സിനെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സിയും നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്കോമൈസിൻ എന്ന് പറയുന്നത് ഒരു സർജിക്കൽ
പ്രൊഫൈലാക്സിസ് ആയിട്ട് റൂട്ടീൻ യൂസ് ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ CDCP പ്രകാരം അത് നോട്ട് റെക്കമെൻഡ് ഫോർ ദ യൂസ് ഓഫ് സർജിക്കൽ പ്രൊഫൈലാക്സിസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡിയും നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും DHA, HAAD, പ്രോമെട്രിക്സ്, MOH പോലത്തെ എക്സാംസിനൊക്കെ കൂടുതലും കണ്ടുവരുന്നത്. നമ്മൾ ആസ് എ ഫാർമസിസ്റ്റ് നമുക്കുള്ള റോൾ എന്താണ്, പേഷ്യൻറ്റിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അപ്പോൾ ഈ കണ്ടീഷനിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ളത് ഒരു ഫാർമസിസ്റ്റിനുള്ള റോൾ എന്താണെന്നുള്ളത് നമുക്ക് ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എക്സാംസിന് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. OR is a 73-year-old man who present to the emergency department with a 3-day history of fever, chills, frequency, urgency and perennial pain. A urine analysis reveals many bacteria. A rectal examination reveals a swollen, tender prostate. He is given a diagnosis of acute bacterial prostatitis. Which is the best regimen for this patient? Option A, amoxicillin clavulanate 875 orally twice daily for 7 days. Option B, trimethoprim sulfamethoxazole double strength orally twice daily for 14 days. Option C, cefprozil 500 mg orally twice daily for 21 days. Option D, ciprofloxacin 500 mg orally twice daily for 28 days. ഇനി ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പേഷ്യൻറ്റിന് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത് അക്യൂട്ട് ബാക്ടീരിയൽ പ്രൊസ്റ്റാറ്റൈറ്റിസ് ആണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിപ്രോഫ്ലോക്സാക്സിൻ 500 mg ഓർലി ട്വൈസ് ഡെയിലി ഫോർ 28 ഡേയ്സ്. ഓപ്ഷൻ ബിയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രഗ് തന്നെയാണ്, പക്ഷേ അത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടു ഷോർട്ടാണ്. ഡ്യൂറേഷൻ ഒരു 4 വീക്കെങ്കിലും പ്രൊസ്റ്റാറ്റൈറ്റിസിന് ട്രീറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ആൻസർ ഡി, ഫ്ലൂറോക്വിനോൺസ് 28 ഡേ ഡ്യൂറേഷൻ ആണ്. Next question number 4. DM is a 21-year-old university student who present to the emergency department with the worst headache of his life. During the past few days, he has felt slightly ill but has been able to go to the class regularly and eat and drink adequately. This morning, he woke with a terrible headache and pain whenever he moved his neck. He has no significant medical history and takes no medications. He cannot remember the last time he received a vaccination. On physical examination, he is in extreme pain with the following vital signs: temperature 102.4 degree Fahrenheit, heart rate 110 beats per minute, respiratory rate 18 breaths per minute, and blood pressure 130/75 mmHg. His laboratory values are within normal limits except for WBC 22,500 cells per millimeter cube. A computer tomography scan of the head is normal. So a lumbar puncture is performed with the following results: glucose 44 mg per deciliter, protein 220 mg per deciliter, and WBC 800 cells per millimeter cube. Which is the best empiric therapy for DM? Option A, penicillin G 4 million units intravenously every 4 hours. Option B, ceftriaxone 2 gram intravenously every 12 hours. Option C, ceftriaxone 2 gram intravenously every 12 hours plus dexamethasone 10 mg intravenously every 6 hours. Option D, ceftriaxone 2 gram intravenously every 12 hours plus vancomycin 1000 mg intravenously every 8 hours plus dexamethasone 10 mg every 6 hours. ഈ ക്വസ്റ്റ്യനിലുള്ള ഡാറ്റാസൊക്കെ റീകളക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പേഷ്യൻറ്റിന് ഹൈ ഫീവറും സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്കും അതേപോലെ തന്നെ പേഷ്യൻറ്റിന് നെക്ക് മൂവ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിനും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ 3 സിംറ്റംസും വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും പേഷ്യൻറ്റിന് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണ് ഉള്ളതെന്ന്. അപ്പോൾ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിനുള്ള എംപിരിക്കൽ തെറാപ്പി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യന് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിനുള്ള എംപിരിക്കൽ തെറാപ്പി. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സെഫ്ട്രയാക്സോൺ 2 gram intravenously every 12 hours plus vancomycin 1000 mg intravenously every 8 hours plus dexamethasone intravenously every 6 hours. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. A 72-year-old woman, weight of 60 kg with a history of hypertension have developed hyponatremia after starting hydrochlorothiazide.
3 weeks earlier. She experiences dizziness, fatigue, and nausea. Her serum sodium is 116 milliequivalent per liter. Her blood pressure is 86/50 mmHg and heart rate is 122 beats per minute. In addition to discontinuing hydrochlorothiazide, which initial treatment regimen is best? Option A, administer 0.9% sodium chloride infused at 100 milliliter per hour. And option B, administer 0.9% sodium chloride 500 ml bolus. And option C, administer 3% sodium chloride infused at 60 ml per hour. Option D, administer 23.4% sodium chloride 30 ml bolus as needed. ഈ ക്വസ്റ്റ്യനിലുള്ള ഡാറ്റാസൊക്കെ വെച്ച് നോക്കുമ്പോൾ പേഷ്യൻറ്റിന് ഹൈപ്പോനാട്രീമിയാണ് കേസായിട്ടുള്ളത്. ഹൈപ്പോനാട്രീമിയ എന്ന് പറഞ്ഞാൽ സോഡിയം ലെവൽ നോർമൽ ലെവലിനേക്കാളും താഴെയാണ് പേഷ്യൻറ്റിൽ കാണിക്കുന്നത്. അതുകൂടാതെ പേഷ്യൻറ്റിന് ഡിസിനെസ്, നൗസി, ഫറ്റീഗ് ഒക്കെ സിംറ്റംസ് ആയിട്ടുണ്ട്. ഇതെല്ലാം സൈൻസ് ചെയ്യുന്നത് ഇൻട്രാവാസ്കുലർ വോളിയം ഡിപ്ലീഷനാണ്. ഈ ഇൻട്രാവാസ്കുലർ വോളിയം ഡിപ്ലീഷനാണ് ADH സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേഷ്യൻറ്റിൻ്റെ ഇൻട്രാവാസ്കുലർ വോളിയത്തിന് ആദ്യം കറക്റ്റഡ് ചെയ്യുക, ആദ്യം റീസ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ADHൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വോളിയത്തിനെ എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ അക്കംപ്ലിഷ് ചെയ്യണം. അത് അക്കംപ്ലിഷ് ചെയ്യുന്നത് 0.9% സോഡിയം ക്ലോറൈഡ് ആസ് എ ഫ്ലൂയിഡ് ബോളസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ബോളസ് അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫ്ലൂയിഡ് സ്റ്റാറ്റസ് നമ്മൾ റീവാലുവേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പേഷ്യൻറ്റിലുള്ള സോഡിയം ലെവലിനെ മോണിറ്റർ ചെയ്യുകയും വേണം. ഓപ്ഷൻ എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എയിൽ പറയുന്നത് സ്ലോവർ ഇൻഫ്യൂഷനാണ്. സ്ലോവർ ഇൻഫ്യൂഷനായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാവാസ്കുലർ വോളിയത്തിന് നമുക്ക് ക്വിക്കായിട്ട് റീസ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ബിയിൽ ഇൻട്രാവാസ്കുലർ വോളിയത്തിന് നമുക്ക് പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മറ്റു രണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻ സിയും ഡിയും ആൻസർ ആയിട്ട് വരാത്തതിൻ്റെ കാരണം ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കേസസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.